السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി അഹ്ലീൻ, അള്ളാഹുവിന് ചില ആളുകളുണ്ട്, ചില പ്രത്യേക ആളുകളുണ്ട്. അഹ്ലി എന്ന് പറഞ്ഞാൽ പൊതുവെ കുടുംബക്കാർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ഏറ്റവും അടുത്ത ആളുകൾക്ക് അഹ്ലി എന്ന് പറയും. അള്ളാഹുവിന് ഏറ്റവും അടുത്ത ചില ആളുകളുണ്ട്. ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു, അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളും അള്ളാഹുവിലേക്ക് പ്രത്യേകമാക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകുന്നു. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു, അവർ അള്ളാഹുവിൻ്റെ അഹ്ലുകാർ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരും അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നവരുമാകുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആ ഗണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരെയും അള്ളാഹു അവൻ്റെ പ്രത്യേകമായി അവൻ്റെ പരിഗണന ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 1 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ആരാണ് ഇഹ്സാൻ ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ മുഹ്സിനീങ്ങളുടെ സ്വഭാവമാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇനി ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്താണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തല്ലദീ തവല്ലാ وأعطى قليلا وأكدى أعنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى അഫറഅയ്ത അല്ലദീ തവല്ല. അഫറഅയ്ത, അപ്പോൾ നബിയെ താങ്കൾ കണ്ടുവോ? റഅ എന്ന് പറഞ്ഞാൽ കാണുക, യറാ റുഅയതൻ. അഫറഅയ്ത, നബിയെ താങ്കൾ കണ്ടുവോ? അല്ലദീ, ഒരാളെ, തവല്ല, അയാൾ പിന്തിരിഞ്ഞിരിക്കുന്നു. തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിയുക, നിർത്തിക്കളയുക. തവല്ല യതവല്ല തവല്ലി, തവല്ല യതവല്ല തവല്ലി. അഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞവനെ നബിയെ താങ്കൾ കണ്ടുവോ? വഅഅത, അയാൾ നൽകിയിരിക്കുന്നു. അഅത യുഅതി ഇഅതാഅൻ. അഅത എന്ന് പറഞ്ഞാൽ നൽകുക, ദാനം നൽകുക, പണം നൽകുക. അതിനാണ് അഅത എന്ന് പറയുന്നത്.
അഅ്താ യുഅ്തി ഇഅ്താഅൻ നൽകുക. വ അഅ്താ ഖലീലൻ കുറച്ച് നൽകി, ഖലീലൻ കുറച്ച് നൽകി. വ അഖ്ദാ പിന്നെ നിർത്തിക്കളഞ്ഞു. അഖ്ദാ യുഖ്ദി ഇഖ്ദാഅൻ, അഖ്ദാ എന്ന് പറഞ്ഞാൽ നിർത്തിക്കളയുക. അഖ്ദൽ ഹാഫിറു കിണർ കുഴിക്കുന്നവൻ ബലഗൽ കുദിയത ഫലാ യുംകിനുഹു അൻ യഹ്ഫിർ. സാധാരണ ഈ വേർഡ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഒരാൾ കിണർ കുഴിച്ചാൽ പിന്നീട് പാറ കാണുമ്പോൾ പിന്നെ കുഴിക്കൽ നിർത്തും. ഇപ്രകാരം കുറച്ച് ചെയ്ത് പിന്നെ നിർത്തിക്കളയുന്നതിന് ഈ വേർഡ് ഉപയോഗിക്കും. കുറച്ച് നൽകി പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഈ വേർഡ് ഉപയോഗിക്കും. അപ്പോൾ വ അഅ്താ ഖലീലൻ കുറച്ച് അയാൾ നൽകി. വ അഖ്ദാ പിന്നീട് നിർത്തിക്കളഞ്ഞു. എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല തഫ്സീറുകളിലും കാണാം. ഉദാഹരണത്തിന് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് വദുകിറ അന്ന ഹാദിഹിൽ ആയ നസലത് ഫിൽ വലീദ് ബിനിൽ മുഗീറ. ഈ ആയത്ത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ ഇറക്കപ്പെട്ടതാണ്. മിൻ അജ്ലി അന്നഹു ആതബഹു ബഅദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ ചിലർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയുണ്ടായി. വകാന ഖദ് ഇത്തബഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദീനിഹി, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൽ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഫളമിന ലഹുല്ലദി ആതബഹു ഇൻ ഹുവ അഅതാഹു ഷൈഅൻ മിൻ മാലി. അപ്പോൾ അതിൻ്റെ പേരിൽ വലീദ് ബിൻ മുഗീറയെ വിമർശിച്ച ആൾ പറഞ്ഞു, അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. വലീദ് ബിൻ മുഗീറ അദ്ദേഹം വലിയ കവിയുമായിരുന്നു. സൂറത്തുൽ മുദ്ദസ്സിർ വലീദ് ബിനുൽ മുഗീറയെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. അതിലുള്ള ഒരുപാട് ഭാഗങ്ങൾ. അപ്പോൾ വലീദ് ബിൻ മുഗീറ മക്കയിലെ അബൂജഹലിൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന വളരെ പ്രമാണിയായ അതേസമയത്ത് വലിയൊരു കവിയായിരുന്നു. അപ്പോൾ വലീദ് ബിൻ മുഗീറയെ ഇവർ പറഞ്ഞയച്ചു നബിയുടെ അടുക്കലേക്ക്. എന്തിനാണ്? നബിയെ ഗണ്ഡിക്കാൻ. ഖുർആൻ വെറും ഒരു കവിത മാത്രമാണ്, അതുപോലെ ഉള്ളത് എനിക്കും അറിയാം, അതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്ക്, അതിനെ ഗണ്ഡിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലീദ് ബിൻ മുഗീറയെ പറഞ്ഞയച്ചത്. പക്ഷേ ഖുർആനിക വചനങ്ങൾ കേട്ടപ്പോൾ വലീദ് ബിൻ മുഗീറക്ക് മനസ്സിലായി ഇത് മനുഷ്യനിർമ്മിതമല്ല. അങ്ങനെ പോയ രൂപത്തിലല്ല വലീദ് ബിൻ മുഗീറ തിരിച്ചു വരുന്നത്. വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കാണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജിന്നുകളുടെ സാഹിത്യം അറിയുന്നവനാണ്, മനുഷ്യരുടെ സാഹിത്യവും അറിയുന്നവനാണ്. പക്ഷേ ഇത് ജിന്നുകളുടെ സാഹിത്യവുമല്ല, മനുഷ്യരുടെ സാഹിത്യവുമല്ല. ഇത് എന്നും ഉയർന്നു നിൽക്കും, ഇതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇത് തുല്യതയില്ലാത്ത വാക്കുകളാണ് എന്ന് വലീദ് ബിൻ മുഗീറ പറയുകയുണ്ടായി. അങ്ങനെ അബൂജഹൽ അടക്കമുള്ള പലരും അയാളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവസാനം പിന്നീട് ആദ്യം പറഞ്ഞത് അയാൾ പിന്നീട് മാറ്റി പറയാം. അതാണ് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നളർ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. ഇത് സിഹ്റാന്ന് പറയാൻ വേണ്ടി അവർ പ്രേരിപ്പിച്ചു. കാരണം വലീദ് ഇബ്നുൽ മുഗീറയെ പോലെ ഒരാൾ ഇതിനെ അംഗീകരിച്ചാൽ പിന്നെ മക്കയിൽ അവരുടെ അവസ്ഥ തീർന്നു. അത്രയും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ അവർ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അവസാനം ഈ മാറ്റിപ്പറയാൻ വേണ്ടി അയാൾക്കുണ്ടായ വിഷമങ്ങളാണ് അള്ളാഹു ഈ പറയുന്നത്. ഒന്ന് അങ്ങോട്ട് നോക്കും, ഒന്ന് ഇങ്ങോട്ട് നോക്കും, ആകാശത്തേക്ക് നോക്കും, മുഖം ചുളിക്കും. കാരണം ഇത് പറയാൻ പറ്റുന്നില്ല. അവസാനം എടങ്ങേറായി പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇതൊരു മനുഷ്യൻ്റെ വാക്ക് തന്നെയാണ്, ഇതൊരു സിഹറാണ്, ഞാൻ പെട്ടുപോയതാണ് എന്ന് മാറ്റി പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് വലീദ് ഇബ്നു മുഗീറയെ ഇവർ അധിക്ഷേപിച്ചു. താങ്കളെപ്പോലെ ബുദ്ധിമാനായ ഒരാളാണോ ഈ ചെറിയ ചെറിയ ബിലാലിനെ പോലെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ പോലെയുള്ള ആളുകളൊക്കെ വിശ്വസിച്ച് ഈ ആദർശത്തിൽ വിശ്വസിക്കുന്നത്? അവരൊക്കെ അടിമകളും വളരെ നമുക്കിടയിൽ വിലയില്ലാത്തവരാണ്. താങ്കൾ വലിയ പണക്കാരനും വലിയ കവിയൊക്കെ ആയിട്ട് നിങ്ങളും അവരെപ്പോലെ, അങ്ങനെ പലതും പറഞ്ഞ് അയാളുടെ മനസ്സിനെ മാറ്റി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതാണെന്ത്? താങ്കൾ ശിർക്കിലേക്ക് തന്നെ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ ഇനി പരലോകത്ത് വല്ല ശിക്ഷയും കിട്ടും എന്നാണെങ്കിൽ ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി. കാരണം ഇയാൾ വലിയ പൈസക്കാരനാണെന്ന് ഈ പറയുന്ന ആൾക്കും അറിയാം.
അപ്പോൾ അയാളെ വഞ്ചിച്ചതാണ്. എനിക്ക് പൈസ തന്നാൽ പരലോകത്തെ താങ്കളുടെ ശിക്ഷ കൂടി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അതാണ് വറജഅ ഇലാ ശിർക്കിഹി അൻ യതഹമ്മല അൻഹു അദാബൽ ആഖിറ. പരലോകത്തെ ശിക്ഷ അയാൾ ഏറ്റെടുത്തോളും, കുറച്ച് പൈസ കൊടുത്താൽ മതി. ഫഅഅതല്ലദി അഅതബഹു അലാ ദാലിക ബഅദ മാ കാന ളമിന ലഹു. അങ്ങനെ ഒരു എമൗണ്ട് നിശ്ചയിച്ചു, അതിൽ കുറച്ച് കൊടുത്തു. സുമ്മ ബഖില അലൈഹി വമനഅഹു തമാമ മാ ളമിന ലഹു. പിന്നെ പിശുക്ക് കാണിച്ച് പിന്നെ അത് കൊടുക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അല്പം കൊടുത്ത് പിന്നെ നിർത്തിക്കളഞ്ഞു. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പല തഫ്സീറുകളിലും കാണാം. അതേ സന്ദർഭത്തിൽ ഇത് അദ്ദേഹത്തെക്കുറിച്ച് ആണെങ്കിൽ കൂടി മൊത്തത്തിലുള്ളൊരാശയമാണ്. അഥവാ ഏതൊരു നന്മക്കും തുടക്കം കുറിച്ച് പിന്നീട് നിർത്തിക്കളയുന്നവരും, അതേപോലെ തന്നെ സദഖയും മറ്റും നൽകി പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്ത് കളയുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ്. അതാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും മറ്റു മുഫസ്സിരീങ്ങളും ഇതിനെ ആമ്മായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞവനെ കണ്ടുവോ, വഅഅതാ ഖലീലൻ വഅക്ദ, അവർ കുറച്ച് നൽകുകയും പിന്നീട് നിർത്തിക്കളയുകയും ചെയ്തു. അപ്പോൾ സൽക്കർമ്മങ്ങളിൽ കുറച്ച് അവർ ചെയ്തു, പിന്നെ നിർത്തിക്കളയുക. ദാനധർമ്മം കുറച്ച് നൽകി പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്ത് കളയുക. അതേപോലെ തന്നെ ഒരു ദീനിൻ്റെ പഠനം, ഖുർആനിൻ്റെ പഠനം തുടങ്ങി പിന്നെ നിർത്തിക്കളയുക. ഏത് നന്മകളും തുടങ്ങി പിന്നീട് നിർത്തിക്കളയുന്ന ആളുകൾക്കും ഇത് ബാധകമാണ്. ശേഷം വരുന്ന ആയത്തുകളിൽ നമുക്ക് ആദ്യം പറഞ്ഞ ചരിത്ര സംഭവത്തിലേക്ക് സൂചന നൽകുന്ന ചില കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. 35 അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ. അഇൻദഹു അവൻ്റെ അടുക്കലുണ്ടോ, അഇൻദഹു അവൻ്റെ അടുക്കലുണ്ടോ ഇൽമുൽ ഗൈബി അദൃശ്യജ്ഞാനം. ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യജ്ഞാനം. ഫഹുവ യറാ അപ്പോൾ അവനത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഫഹുവ യറാ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന, അദൃശ്യത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൽമ്, ഒരറിവ് അയാൾക്കുണ്ടോ? ഇത് ആരെക്കുറിച്ചാണ്? മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു പരലോകത്തെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം, കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഇൽമുൽ ഗൈബിനെ കുറിച്ച് വല്ലതും അറിയാമോ? അവിടെ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ വേറൊരാളുടെ പാപഭാരം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള വല്ല അറിവും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇയാൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പരലോകത്തെ ശിക്ഷ ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോൾ ആ പരലോകത്തെ കാര്യത്തെക്കുറിച്ച് ഇയാൾക്ക് അറിവ് വേണമല്ലോ. അതേപോലെ തന്നെ അത് അംഗീകരിച്ച വലീദ് ഇബ്നു മുഗീറക്കും അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം പൈസ കൊടുക്കാൻ നേറ്റത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇവർക്ക് പരലോകത്തെക്കുറിച്ച് വല്ലതും അറിയാമോ? വരാനിരിക്കുന്ന ലോകത്തെ സംബന്ധിച്ച് വല്ലതും അറിയാമോ? അഇൻദഹു ഇൽമുൽ ഗൈബി അവരുടെ കൈകളിലുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടോ ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം. ഫഹുവ യറാ അത് വെച്ചുകൊണ്ട് അയാൾ ആ അദൃശ്യജ്ഞാനത്തിലേക്ക്, കാണാത്ത, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ലോകത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇനി അതല്ല, ലം യുനബ്ബ അയാൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ലയോ? നബ്ബ എന്ന് പറഞ്ഞാൽ, നബ എന്ന് പറഞ്ഞ വാർത്ത, അനിൻ നബ ഇൽ അദീം, നബ വാർത്ത. നബ്ബ എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിക്കുന്നതിനാണ് പറയുക. നബ്ബ യുനബ്ബിഉ തൻബീഅൻ, വാർത്ത അറിയിക്കൽ. നബ്ബ യുനബ്ബിഉ തൻബീഅൻ വ തൻബിഅതൻ ഫഹുവ മുനബ്ബി. അതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിക്കുന്ന ആൾ. നബി എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിക്കുന്ന ആൾ. ലം യുനബ്ബ അതല്ല, അയാൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ലയോ? എന്തിനെക്കുറിച്ച്? ബിമാ ഫി സുഹുഫി മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹീഫത്തിലുള്ളത്, ഏടുകളിലുള്ളത്. സുഹഫ് എന്ന് പറഞ്ഞാൽ സഹീഫത്തിൻ്റെ ജംആണ്. സഹീഫത്ത് എന്ന് പറഞ്ഞാൽ പേജ് അല്ലെങ്കിൽ ഏട്. വേദമായി അള്ളാഹു നൽകുന്ന ഏടുകൾക്കാണ് സുഹഫ് എന്ന് പറയുന്നത്. സുഹഫി ഇബ്രാഹീമ വ മൂസ, സുഹഫി ഇബ്രാഹീമ വ മൂസ, ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും നൽകപ്പെട്ട ഏടുകൾ. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ചില ഏടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല.
വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കിതാബ് വേറെയാണ്, സുഹഫ് വേറെയാണ്. കിതാബ് എന്ന് പറയുമ്പോൾ അത് കിതാബിൻ്റെതായ ഒരു രൂപവും ഭാവവും ഉണ്ടാവും. സുഹഫ് എന്ന് പറഞ്ഞാൽ കേവലം ചില പേജുകളിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ. അല്ലാഹു ആലം. രണ്ടാണെങ്കിലും ശരി, അത് ദൈവികമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മനുഷ്യനിർമ്മിതമല്ല, പ്രവാചകന്മാർ എഴുതുന്നതല്ല. അപ്പോൾ ഇബ്രാഹിം നബിക്ക് അങ്ങനെ സുഹഫ് കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്തത് തൗറാത്താണ്. ഇത് തൗറാത്തിന് പുറമെയുള്ള സുഹഫുമാണ് എന്നും പറയപ്പെടുന്നു. അല്ലാഹു ആലം. എന്തായാലും അങ്ങനെ ഒന്നുണ്ട് എന്നതിൽ സംശയമില്ല. അത് വേദഗ്രന്ഥമാകാം, അല്ലാത്തതാവാം, റബ്ബിൽ നിന്നാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഏടുകളിലുള്ള വിവരം ഇയാൾക്ക് വന്നു കിട്ടിയിട്ടില്ലയോ? ഇയാൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ടോ? അതല്ല, മൂസ നബിയുടെ ഏടിൽ ഉള്ളത് ഇയാൾക്ക് വന്നു കിട്ടിയിട്ടില്ലയോ? അതേപോലെ തന്നെ ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ടതും അതാണ് സുഹഫി ഇബ്രാഹിമ വ മൂസ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ സുഹഫിലുള്ളതും ആരാണ് ആ ഇബ്രാഹിം? അല്ലദീ, ആരാകുന്നു? വഫ. വഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക എന്നാണ് അർത്ഥം. വഫ പൂർത്തീകരിക്കുക. വഫ യുവഫി തൗഫിയത്തൻ. വഫ യുവഫി തൗഫിയത്തൻ, പൂർത്തീകരിക്കുക. എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം നബി എന്നാണ്. നോക്കൂ, അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ വിശേഷണം വഫ, എല്ലാം പൂർത്തീകരിച്ചു എന്നാണ്. സൂറത്തുൽ ബഖറയിൽ കാണാം, വഇദ് ഇബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ചില കലിമാത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, ആ കലിമാത്തുകൾ എല്ലാം ഇബ്രാഹിം നബി പൂർത്തീകരിച്ചു എന്നാണ്. എല്ലാം, ഒന്നിൽ പോലും വീഴ്ച വരുത്തിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വഫ, ഇബ്രാഹിം നബി എല്ലാം പൂർത്തീകരിച്ചു. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച ഒരേ ഒരു വ്യക്തിത്വം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുനിന്നു, ഒന്നുപോലും ചെയ്തിട്ടില്ല. അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത പരീക്ഷണമായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചു. മരുഭൂമിയിൽ കൊണ്ടുപോയി മക്കളെ പാർപ്പിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു. കുട്ടി വലുതായപ്പോൾ അറക്കണമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി തയ്യാറായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശ്രമകരമായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് വ ഇബ്രാഹിം അല്ലദീ വഫ. അപ്പോൾ എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും സുഹഫിലുള്ള ഏടുകളിലുള്ളത് ഇയാൾക്ക് വിവരം കിട്ടിയിട്ടില്ലേ? അതല്ല, ഇയാൾക്ക് ഇൽമുൽ ഗൈബിൽപ്പെട്ട വല്ലതുമുണ്ടോ? അയാളത് കാണുന്നുണ്ടോ? ഇനി എന്താണ് ആ ഏടിലുള്ളത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി പറയുന്നത്. ആ ഏടിൽ അല്ലെങ്കിൽ വേദത്തിൽ ഉണ്ടായിരുന്നത് അല്ലാ തസിറു വാസിറതു വിസ്റ ഉഖ്റ. അല്ലാ തസിറു വസറ വസറ യസിറു വസ്റൻ വവിസ്റ. വസറ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പാപഭാരം ഏറ്റെടുക്കുന്നതിനാണ് വസറ എന്ന് പറയും. സ്വയം പാപം ചെയ്ത് ആ പാപം ഏറ്റെടുക്കുന്നതിനും ഒരു തിന്മ ചെയ്യുന്നതിനുമൊക്കെ വസറ എന്ന് പറയും. അപ്പോൾ വസറ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുക, വിസർ എന്ന് പറഞ്ഞാൽ പാപം. പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരവും എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ പാപഭാരം ഏൽക്കുന്നതിനും വസറ എന്ന് പറയും. അല്ലാ തസിറു വാസിറത്തുൻ, പാപഭാരം ഏറ്റെടുക്കുന്ന. വാസിർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാപം ഏറ്റെടുക്കുന്നവൻ. വസറ യസിറു വസറൻ വവിസറൻ. വാസിർ എന്ന് പറഞ്ഞാൽ പാപഭാരം ഏറ്റെടുക്കുന്നവൻ. അല്ലാ തസിറു വാസിറത്തുൻ, ഏറ്റെടുക്കുന്ന ഒരാളും വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കില്ല എന്ന് ആ വേദങ്ങളിലില്ലേ? ഇതൊന്നും ഇവർ പഠിച്ചിട്ടില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. അത് ഖുർആനിന് മുമ്പേ ഉള്ള വേദങ്ങളാണ്, ഇബ്രാഹിം നബിയുടെ. കാരണം മക്കയിലുള്ള ആളുകൾ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് പ്രത്യേകം പറയുന്നവരാണ്. എന്നിരിക്കെ ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഏടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പ് മുതൽക്കേ അള്ളാഹു പറഞ്ഞ കാര്യമാണ് അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. പാപഭാരം ഏറ്റെടുക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപം ഏറ്റെടുക്കുകയില്ല. നിന്റെ പാപം എനിക്ക് തന്നോ, ഞാൻ ഏറ്റെടുത്ത് നിന്നെ രക്ഷപ്പെടുത്താമെന്ന അർത്ഥത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്.
അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. വിസ്ർ എന്ന് പറഞ്ഞാൽ പാപം, പാപഭാരം. അപ്പോൾ മറ്റൊരാളുടെ പാപം അല്ലെങ്കിൽ പാപഭാരം ഒരാളും ഏറ്റെടുക്കില്ല എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ലേ? അതേപോലെ തന്നെ ലൈസ ലിൽ ഇൻസാൻ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും സുഹഫിലുള്ള ഉള്ളതാണ്. ലൈസ ലിൽ ഇൻസാൻ, ലൈസ ലിൽ ഇൻസാൻ, മനുഷ്യനുണ്ടാവില്ല, മനുഷ്യന് ഉണ്ടാവുകയില്ല എന്തല്ലാതെ ഇല്ലാ മാ സഅ, അയാൾ അധ്വാനിച്ചതല്ലാതെ, അയാൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമല്ലാതെ മനുഷ്യന് വേറെ ഒന്ന് ലഭിക്കാനില്ല. സഅ യസ്അ സഅയൻ, സഅ യസ്അ സഅയൻ, പ്രവർത്തിക്കുക, അധ്വാനിക്കുക. അതുകൊണ്ടാണ് സഫാ മർവ കുന്നുകൾക്കിടയിലൂടെയുള്ള ആ ഓട്ടത്തിന് സഅയ് എന്ന് പറയുന്നത്. ഓടുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക, ചലിക്കുക, സ്പീഡിൽ ചലിക്കുക, അതാണ് സഅ. ഫസ്ഔ ഇലാ ദിക്രില്ലാ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അയാൾ ചെയ്തതാണ് അയാൾക്കുണ്ടാവുക. വേറൊരാൾ ചെയ്ത തെറ്റ് അത് അള്ളാഹു ഇദ്ദേഹത്തെ വഹിപ്പിക്കുകയില്ല. വേറൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല. ഓരോ മനുഷ്യനും അത് ചെയ്തത് ഖൈറാണെങ്കിൽ ഖൈർ, ഷർറാണെങ്കിൽ ഷർറ്, അത് അയാൾക്കുണ്ടാകും. ഇതാണ് പൂർവ്വവേദത്തിലുള്ളത്. അത് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പോൾ ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടി വരുമ്പോൾ നേരത്തെ പറഞ്ഞ വലീദ് ഇബ്നു മുഗീറയുടെ സംഭവവുമായി ഇതിനൊരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം അയാളാണ് പറഞ്ഞതെന്ത്, നിൻ്റെ പാപഭാരം ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് പൈസ തന്നാൽ മതി. അപ്പോൾ അള്ളാഹു പറയാണ്, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വലീദ് ഇബ്നു മുഗീറ അടക്കമുള്ള ഈ സ്വഭാവമുള്ള എല്ലാ ആളുകൾക്കും ബാധകമാണ് ഈ ആയത്തുകൾ. അതേപോലെ തന്നെ പ്രവർത്തിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അതാണ്. അല്പം നൽകി പിന്നെ നിർത്തിക്കളഞ്ഞത് അതിന് ആ നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. തൻ്റെ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചു എന്ന് അയാൾ അറിഞ്ഞിരിക്കുന്നുവോ? കാരണം കുറച്ച് കൊടുത്ത് പിന്നെ നിർത്തി, കുറച്ച് അമല് ചെയ്തു പിന്നെ നിർത്തി, കഴിഞ്ഞു, ഖലാസ്, ഞാൻ എൻ്റെ കാര്യം ഇനി രക്ഷപ്പെട്ടു എന്ന വല്ല അറിയിപ്പും ഇയാൾക്ക് കിട്ടിയിട്ടാണോ ഈ നിർത്തിക്കളഞ്ഞത്? തൻ്റെ കാര്യം സലാമത്തായി എന്നറിഞ്ഞിട്ടാണോ അയാൾ നിർത്തിക്കളഞ്ഞത്? എന്നാൽ അറിയുക, ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതാണ് ഉണ്ടാവുക. പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അത് വലിയ നഷ്ടമാണ് തുടങ്ങിയ ആശയങ്ങളാണ് ഇതിൽ കാണുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകമായും. അതിൽ ഒന്ന്, ഒരാൾ ചെയ്തതിൻ്റെ തെറ്റ് മറ്റൊരാൾ വഹിക്കുകയില്ല എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ്? നിൻ്റെ പാപം എനിക്ക് തന്നോളൂ, അങ്ങനെ മറ്റേയാളെ ഫ്രീ ആക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ഏറ്റെടുക്കലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഒരാൾ മറ്റൊരാളെ തെറ്റിലേക്ക് നയിച്ചാൽ അയാൾ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ കൂടി ഇയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ ചെയ്ത തെറ്റല്ലേ, ആ തെറ്റിനെന്തിനാണ് ഇയാൾ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഇയാളാണ് ആ തെറ്റിലേക്ക് അയാളെ വഴി നടത്തിയത്. അപ്പോൾ അത് ഇയാൾ തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരാൾക്ക് അയാൾ ചെയ്തതല്ലാതെ ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ നിങ്ങൾ സൽക്കർമ്മത്തിലേക്ക് ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്താൽ ആ സൽക്കർമ്മം അയാൾ എത്ര കാലം ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും ഇത് കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാകും. അതേപോലെ തന്നെ ഒരു ദുഷ്കർമ്മത്തിലേക്ക് നിങ്ങൾ ഒരാളെ പ്രേരിപ്പിച്ചാൽ അയാൾ ആ തെറ്റ് ചെയ്യുന്ന കാലത്തോളം ആ തെറ്റിൻ്റെ ശിക്ഷ ആദ്യം കാണിച്ചു കൊടുത്ത ആൾക്കും ഉണ്ടാകും. ഏത് തിന്മക്കും തുടക്കം കുറിച്ച ആളുകൾക്ക് ആ തെറ്റ് ആരൊക്കെ ആവർത്തിക്കുന്നുണ്ടോ അവരുടെ എല്ലാം പാപഭാരം ഇയാൾ വഹിക്കേണ്ടി വരും. അത് മറ്റൊരു വിഷയമാണ്. കാരണം അത് ഇയാൾ ചെയ്തതിൻ്റെ തന്നെ ഫലമാണ്. അതേപോലെ തന്നെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ ആ നന്മയുടെ പ്രതിഫലവും കിട്ടും. അപ്പോൾ മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതേ ഉള്ളൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിലക്കുള്ള കാര്യമാണ്. എന്നാൽ വേറൊരാളുടെ പാപഭാരം ഏറ്റെടുത്തിട്ട് അയാളെ ഫ്രീ ആക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ഏറ്റെടുക്കൽ ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തിൽ മറ്റൊരാൾക്ക് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പല ആളുകളും ഖുർആൻ ഓതി ഹദിയ ചെയ്യും, ഫാത്തിഹ ഓതി ഹദിയ ചെയ്യും.
ഇന്നാലെന്ന ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്യും. ഇങ്ങനൊരു ഹദിയ ചെയ്യുന്ന ഏർപ്പാട് അത് സാധ്യമാണോ? അത് സാധ്യമല്ല. കാരണം ഞാൻ ചെയ്യുന്ന നന്മ ഇതിൻ്റെ പ്രതിഫലം നിനക്ക് എന്ന് പറയണമെങ്കിൽ ആദ്യം ഇത് നമ്മുടേതായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണ്ടേ. ഒരാൾ ഹദിയ കൊടുക്കുന്നത് തൻ്റെ കയ്യിലുള്ള വസ്തു ആവണ്ടേ. ഇത് തൻ്റേതായി എന്നതിന് തന്നെ എന്താണ് ഉറപ്പ്? അപ്പം ഞാൻ ഫാത്തിഹ ഓതി മറ്റൊരാൾക്ക് ഹദിയ ചെയ്യണമെങ്കിൽ ഞാൻ ഓതിയ ഈ ഫാത്തിഹ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത്, ഇതിന് പ്രതിഫലമുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്ത് വേറൊരാൾക്ക് കൊടുത്തിട്ട് കാര്യമല്ല. ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവരുടെ കുടുംബത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. എൻ്റെ തൗഹീദ്, എൻ്റെ ഈമാൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നിനക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഒരാൾ നിസ്കരിക്കേണ്ട, വേറൊരാൾ നിസ്കരിച്ചാൽ മതി. അപ്പോൾ നിസ്കരിക്കാത്തവന് നിസ്കരിച്ചവൻ കൊടുക്കുക. ഇങ്ങനൊരു ഏർപ്പാടുണ്ടോ? ഇങ്ങനൊരു ഏർപ്പാടില്ല. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ മഹത്വമേറിയ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്തംബത്ത ഷാഫിഈ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ നിന്ന് തെളിവ് പിടിച്ചത് റഹിമഹുല്ലാ, വമൻ ഇത്തബഅഹു, ഇമാം ഷാഫിയെ പിന്തുടർന്ന ഷാഫി മദ്ഹബിലെ ആളുകളും. ശരിക്കും ശ്രദ്ധിക്കുക, ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫിയും അദ്ദേഹത്തെ ഫോളോ ചെയ്തവരും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അന്നൽ ഖിറാഅ, ഖുർആനോത്ത്, ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗതാ, മരിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്തിട്ട് കാര്യമല്ല, അത് അവർക്ക് എത്തൂല. അപ്പോൾ ഒരാൾ മരിച്ചാൽ യാസീൻ ഓതി ഹദിയ ചെയ്യുക, ഒരുപാട് യാസീനുകൾ ഓദിപ്പിക്കുക, കത്തപ്പുര കെട്ടിയിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് യാസീൻ ഓദിക്കുക, മരിച്ച വീട്ടിൽ യാസീൻ ഓദിക്കുക, പലരെയും കൊണ്ടുവന്ന് യാസീനും ഫാത്തിഹയൊക്കെ ഓദിപ്പിച്ചിട്ട് ഇതിൻ്റെ പ്രതിഫലം ഹദിയ കൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് ഷാഫി മദ്ഹബിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ആളുകളും ചെയ്യാറുണ്ട്. സത്യത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അങ്ങനെ കിട്ടൂല എന്നാണ്. അങ്ങനെ ഓതി കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ പ്രതിഫലം ഹദിയ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ലി അന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് അയാളുടെ അമലിൽ പെട്ടതല്ല, അയാളുടെ അമലിൽ പെട്ടതല്ല. കാരണം അള്ളാഹു പറയുന്നത് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അത് തഅക്കീദിൻ്റെ പ്രയോഗമാണ്. ഏതൊരു മനുഷ്യനും അയാൾ പ്രവർത്തിച്ചതേ അയാൾക്കുള്ളൂ, അല്ലാതെ ഞാൻ ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാട് അത് സംഭവ്യമല്ല. വലിഹാദാ ലം യൻദുബു ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായത്തോട് ഇങ്ങനെ ഖുർആൻ ഓതി ഹദിയ കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിയുടെ ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട്, നബിയുടെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, നബിക്ക് പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ടില്ല. അങ്ങനെ ഖുർആൻ ഓതി ഹദിയ ചെയ്യണം, മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതിയിട്ട് അല്ലെങ്കിൽ മറ്റു സൂറത്ത് ഓതി ഹദിയ ചെയ്യാൻ ഈ ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രേരിപ്പിച്ചിട്ടുമില്ല. വല അർഷദഹും ഇലൈഹി ബിനസ്സിൻ വല ഈമാഇൻ, വ്യക്തമായും പറഞ്ഞിട്ടില്ല, സൂചന പോലും നൽകിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു സൂചന തന്നെ നബിയിൽ നിന്ന് കാണാൻ കഴിയില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ റളിയല്ലാഹു അൻഹും, സ്വഹാബികളിൽ ഒരാൾ പോലും ചെയ്തിട്ടില്ല. യാസീൻ ഓതി മറ്റു ഖുർആൻ ഓതി ഹദിയ ചെയ്യൽ സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈ, അതിലെന്തെങ്കിലും ഖൈറുണ്ടായിരുന്നെങ്കിൽ സ്വഹാബികൾ ചെയ്യുമായിരുന്നു എന്നാണ്. കാരണം എല്ലാ നന്മയിലും മുന്നേറിയവരാണ് ആര്? സ്വഹാബികൾ. അങ്ങനെ ഖുർആൻ ഓതി ഹദിയ കൊടുക്കൽ അതിലെന്തെങ്കിലും ഖൈറുണ്ടായിരുന്നെങ്കിൽ സ്വഹാബത്ത് അതിൽ മുൻകടക്കുമായിരുന്നു. വബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ തെളിവുകൾ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രമാണമില്ലാതെ ചെയ്യാൻ പറ്റൂല. വലാ യുതസറഫു ഫീഹി ബി അൻവാഇൽ അഖ്സിയത്തി വൽ ആറാ, മറ്റു അമലുകളോട് അതിനെ ഖിയാസാക്കാനും പാടില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് കടമുള്ള നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റ് വീട്ടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കടമുള്ള നോമ്പ് ഏറ്റവും അടുത്ത ആളുകൾക്ക് നോറ്റ് വീട്ടാം. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചതാണ്. റസൂല് പഠിപ്പിക്കുന്നതോടുകൂടി അത് ശറഇൽ സ്ഥിരപ്പെട്ടു. അപ്പോൾ റസൂല് പഠിപ്പിച്ചൊരു കാര്യം പറഞ്ഞിട്ട് അത് ബാക്കിയുള്ളതിലേക്കൊക്കെ ഇതങ്ങനെയാണെങ്കിൽ അതും അങ്ങനെ ചെയ്തൂടെ എന്ന് പറയാൻ പറ്റൂല. കാരണം മതത്തിൽ അത്തരത്തിലുള്ള ആറായികൾ അഭിപ്രായങ്ങളില്ല. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന അമൽ മാതാപിതാക്കൾക്ക് കിട്ടും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ആ മക്കൾ ഈ മാതാപിതാക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, അതുകൊണ്ടാണ്.
ആ ഉമ്മയും വാപ്പയുമാണ് ആ കുട്ടിക്ക് അള്ളാഹു കാരണമാക്കിയത്. ആ കുട്ടി വളർന്നതും പഠിച്ചതുമൊക്കെ ആ മാതാപിതാക്കളുടെ തണലിലാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളുടെ പ്രവൃത്തി മാതാപിതാക്കൾക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ അത് മാതാപിതാക്കളുടെ പ്രവൃത്തിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത് ലഭിക്കും. അതേപോലെ തന്നെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് കടമുണ്ടെങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആ വ്യക്തിക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും. ആ വ്യക്തിക്ക് വേണ്ടി ഉംറ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും. കാരണം അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടത് ചെയ്യാം. എന്നാൽ പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്തതിന് അതങ്ങനെയാണെങ്കിൽ എന്നാൽ ഇതും ഇങ്ങനെ എന്ന് പറയാൻ നമുക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് സ്വഹാബികൾ ആരും തന്നെ ഇതൊക്കെ കണ്ട സ്വഹാബികൾ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ടില്ല, മരിച്ചവർക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലിയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ സവാബ് അവർക്ക് ഹദിയ ചെയ്യുന്നൊരു രീതി സ്വഹാബികൾക്കാർക്കും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഫലം നിലനിൽക്കുന്ന കാലത്തോളം ഒരുപക്ഷെ അയാൾ മരണപ്പെട്ടാലും അയാൾക്ക് പ്രതിഫലം കിട്ടും. പക്ഷെ അത് ചെയ്തതാരാണ്? ആ വ്യക്തിയാണ്. ഉദാഹരണത്തിന് ഒരാൾ ജാരിയായ ഒരു സദക്ക ചെയ്തു, ഒരു മസ്ജിദ് ഉണ്ടാക്കി. ഉദാഹരണത്തിന് ഈ വ്യക്തി മരിച്ചു പോയാലും ആ മസ്ജിദിൽ ഇബാദത്ത് നടക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം മരിച്ചു കഴിഞ്ഞാലും കിട്ടും. അതിനാണ് ജാരിയായ സദക്ക എന്ന് പറയുന്നത്. മക്കളുടെ പ്രാർത്ഥന കിട്ടും. ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിൽ നിന്ന് ആരൊക്കെ ഉപകാരമെടുക്കുന്നു അതൊക്കെ ഇയാളുടെ മരണശേഷം കിട്ടും. ഒരു മുസ്ഹഫ് നമ്മളൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുസ്ഹഫിൽ നിന്ന് ആര് എത്ര കാലം ഓതുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഹർഫിന് 10 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായ സദക്കകളിൽ ഒന്നെന്താണ്? ഒരു ഖുർആൻ്റെ കോപ്പി ഒരാൾക്ക് കൊടുക്കലാണ്. കാരണം ഒരു ഹർഫിന് 10 കൂലിയാണ്. നമ്മൾ കൊടുത്ത ഒരു ഖുർആനിൽ നിന്ന് ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഒരു ജുസ് ഓതിയാൽ എത്ര പ്രതിഫലമാണ്. അതുകൊണ്ടാണ് സ്വഹാബത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ പിന്നീട് വന്ന രാജാക്കന്മാർ, ഇസ്ലാമിക ലോകത്തിലെ രാജാക്കന്മാരൊക്കെ ഖുർആൻ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്നതൊരു സദക്കയായി, ജാരിയായ സദക്കയായി ധാരാളം ഇമാമിയങ്ങളും ധാരാളം ഹാക്കിമുകൾ, ഭരണാധികാരികൾ ചെയ്യാനുള്ള കാരണം അതാണ്. കാരണം ഈ പുണ്യം കൊണ്ട്, ഈ പുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയാണ്. അൽഹംദുലില്ലാ അതങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ ആവുകയും ചെയ്യും ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ ആ നിലക്കല്ലാതെ തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തിൽ മറ്റൊരാൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അത് ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും സുഹഫിലുണ്ട്. വ അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വ അന്ന സഅയഹു, തീർച്ചയായും ഇനി അവൻ ചെയ്ത ആ സഅയ് പ്രവൃത്തി, അതാണ് സൗഫ യുറാ, അത് പിന്നീട് അവൻ കണ്ടെത്തുകയും ചെയ്യും. യറാ കാണുക, യുറാ കാണപ്പെടുക തന്നെ ചെയ്യും. ഏതൊരു വ്യക്തിക്കും പ്രവർത്തിച്ചതേ ഉണ്ടാവുള്ളൂ. ആ പ്രവൃത്തി എന്താണ് എന്ന് ഖിയാമത്ത് നാളിൽ അയാൾ കാണും. അതാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. മിസ്ഖാൽ ദർറത്ത് ഖൈറാണോ യറഹു, അയാൾക്കത് കാണാം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, അണുമണിത്തൂക്കം ഷർറൻ, തിന്മയാണ് ചെയ്തതെങ്കിൽ യറഹു, അതും കാണാൻ പറ്റും. അതാണ് വ അന്ന സഅയഹു സൗഫ യുറ, അവൻ്റെ പ്രവർത്തനം, അധ്വാനത്തിൻ്റെ ഫലം അയാൾ കാണുക തന്നെ ചെയ്യും. അത് ഖിയാമത്ത് നാളിൽ കാണപ്പെടും. സുമ്മ, പിന്നീട് യുജ്സാഹു, ആ പ്രവർത്തനത്തിന് പ്രതിഫലം നൽകപ്പെടും. ജസാ യജ്സി ജസാഅൻ, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുക, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ജസാ യജ്സി ജസാഅൻ സുമ്മ യുജ്സാഹു, പിന്നീട് ആ പ്രവർത്തനത്തിന് പ്രതിഫലം നൽകപ്പെടും. എങ്ങനെയുള്ള പ്രതിഫലം? അൽ ജസാ അൽ ഔഫ, അങ്ങേയറ്റം സമ്പൂർണമായ പ്രതിഫലം. ഔഫ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വഫ എന്ന് പറയുന്നത് പോലെയാണ്. ഔഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പൂർണമായത്, ഏറ്റവും സമ്പൂർണമായ പ്രതിഫലം. അതെന്താണ് ഏറ്റവും സമ്പൂർണമായത് എന്ന് പറഞ്ഞാൽ? മിസ്കാല് ദർറത്താണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുന്ന അർത്ഥം. ഇൻ തക്കു മിസ്കാല, ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നീ ചെയ്യുന്ന പ്രവർത്തനം മിസ്കാല് ദർറത്ത്, അണുമണി തൂക്കമാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും എന്നാണ്.
ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. മിസ്ഖാല ദർറത്തിന് പോലും പ്രതിഫലം ഉണ്ടെന്ന് മാത്രമല്ല, അത് നന്മയാണെങ്കിൽ 1ന് 10 വെച്ചാണ് മിനിമം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരാൾ ഒരു നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി കൂലിയുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, കതബ എന്നാണ്, അത് നിശ്ചയിക്കപ്പെട്ടതാണ്. മിനിമം 10 ഒരു നന്മയുടെ കൂലി 10 കൂലിയാണ്. 10 ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം. പിന്നെ അത് 700 വരെ പോകുന്നതാണ്. ഇലാ 700 ളഅഫിൻ, 700 ഇരട്ടി വരെ വർദ്ധിക്കുന്നതാണ്. 700-ൽ അവസാനിക്കുമോ? ഇല്ല. ചിലരുടെ ഇഖ്ലാസും ആ പ്രവൃത്തി ചെയ്ത സന്ദർഭവും അനുസരിച്ച് ഇലാ അളഅഫിൻ കസീറ, ധാരാളം ഇരട്ടിയായി കൊടുക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഇസ്ലാമിക സമൂഹത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധിയുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഘട്ടത്തിൽ ചെയ്ത സദഖ അത്യാവശ്യമില്ലാത്ത ഘട്ടത്തിൽ ചെയ്യുന്ന സദഖയേക്കാൾ ശ്രേഷ്ഠമാണ്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. ഫത്ഹു മക്കയ്ക്ക് മുമ്പ് അഥവാ ബദറിലും ഉഹുദിലും ഒക്കെ പങ്കെടുക്കുകയും ബദറിലും ഉഹുദിലും ഒക്കെ പണം ചെലവഴിക്കുകയും ചെയ്തവർക്ക് ഫത്ഹു മക്കയ്ക്ക് ശേഷം ചെലവഴിച്ചവരെക്കാൾ വമ്പിച്ച പ്രതിഫലം ഉണ്ട് എന്നാണ്. കാരണം ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് അവരൊക്കെ അധ്വാനിച്ചത്. അതിന് പ്രതിഫലം കൂടുതലുണ്ട്. നമുക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാമിക ദഅവാ മേഖലകളിൽ, നന്മയുടെ മാർഗങ്ങളിൽ അത്യാവശ്യ ഘട്ടമുള്ള സന്ദർഭം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ സഹായിച്ചവർക്ക് കൂടുതൽ പ്രതിഫലമാണ്. അത്യാവശ്യമില്ലാത്തപ്പോൾ സഹായിച്ചവരേക്കാൾ. എല്ലാവർക്കും ഉണ്ട്, പക്ഷേ കൂടുതൽ അവർക്കാണ്. എന്നതുപോലെ 1ന് 10, പിന്നീട് 700, പിന്നീട് ഇലാ അളഅഫിൻ കസീറ, 700-ൻ്റെ മേലെ ഒരുപാട് ഇരട്ടി. അത് എത്രയാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പം സൽക്കർമ്മത്തിൻ്റെ കാര്യം അതാണ് ജസാ ഉൽ ഔഫ എന്ന് പറഞ്ഞത്. എവിടെയും കുറഞ്ഞെന്ന് ഒരാൾക്കും തോന്നാത്ത വിധം അള്ളാഹു നൽകുന്ന. എന്നാൽ തിന്മയാണെങ്കിലോ നോക്കൂ, തിന്മയിലെ ഔഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ എന്നാണ്. ഒരു തെറ്റ് ചെയ്താൽ അതുപോലെ ഒറ്റ ശിക്ഷയുള്ളൂ എന്നാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അത് 10 ഇരട്ടിയും 700-ഉം 700-ൻ്റെ മേലെയില്ല. ഒരു തെറ്റിന് ആ തെറ്റിൻ്റെ ശിക്ഷ മാത്രമേ ഉള്ളൂ എന്നാണ്. നന്മക്ക് 10 ഇരട്ടിയും. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. എന്നാൽ തെറ്റ് ഇരട്ടിക്കുന്നില്ല. അതാണ് ജസാ ഉൽ ഔഫ എന്ന് പറഞ്ഞത്. സുമ്മ യുജ്സാഹുൽ ജസാ അൽ ഔഫ, പിന്നീട് അള്ളാഹു പരിപൂർണമായ പ്രതിഫലം അവർക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന തത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പിന്നീട് അത് നിർത്തിക്കളയുന്നവരെ സംബന്ധിച്ച്, സദഖ നൽകാൻ അത് നൽകിയതിന് ശേഷം പിന്നീട് നിർത്തിക്കളയുന്നവരെ സംബന്ധിച്ച് ന്യായമായ കാരണങ്ങൾ കൊണ്ടുള്ളതല്ല പറയുന്നത്, മറിച്ച് മടുപ്പ് തോന്നി അത് മതി എന്നൊക്കെ കരുതി സാധിച്ചിട്ടും നിർത്തിക്കളയുന്നവരെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ പേറുകയില്ല. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളുടെ ഫലം അയാൾ തന്നെ അനുഭവിക്കണം. അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അയാൾക്കുണ്ട്. മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരികയില്ല. വേറൊരാളുടെ നന്മ കൊടുത്തുകൊണ്ട് സഹായിക്കാനും പരലോകത്ത് പറ്റുകയില്ല. ഒരാൾക്കും അങ്ങനെ സഹായിക്കാൻ പറ്റുകയില്ല. പിന്നീട് അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം പരലോകത്ത് കാണപ്പെടും. നന്മക്ക് നന്മയായും തിന്മക്ക് തിന്മയായുമുള്ള പ്രതിഫലം ലഭിക്കുന്ന ലോകമാണ് പരലോകം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ അജ്ർ, കൂലി, അതാണ് കൂലി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കൊടുക്കുന്ന കൂലിക്കാണ് അജ്ർ എന്ന് ശരിക്കും അറബിയിൽ പറയുന്നത്. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ആ പണിയെടുത്ത ആൾക്ക് തിരിച്ചു പോകുമ്പോൾ കൊടുക്കുന്ന കൂലിക്കാണ് അജ്ർ എന്ന് പറയുന്നത്. നമ്മൾ ടാക്സിക്ക് ഉജറ എന്ന് പറയുന്ന അതാണ്, ഈജാർ എന്ന് പറയുന്ന ഒക്കെ അതാണ്, പ്രതിഫലമാണത്. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത അമലുകളുടെ പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടും, കുറയുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കുക. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട്, മരിക്കുന്നതുവരെ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അതിനുള്ള നിമിത്തമായി തീരട്ടെ നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സുകളും മറ്റു ദഅവ പ്രവർത്തനങ്ങളും.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, പാകപ്പിഴവുകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള ഏത് നിമിഷത്തിൽ മരിക്കുമ്പോഴും മുസ്ലിമീങ്ങളായി മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, ഇണകളിൽ, സന്താനങ്ങളിൽ ഒക്കെ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ, ഇതേപോലെ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.